നമസ്കാരം. ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിനായി ഇറങ്ങിയതാണ്. കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി. ഇത് യുറേഷ്യ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റാണ്. ആദ്യം തന്നെ ഒരു ട്രോളി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഇതെന്തായാലും അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. പലചരക്ക് സാധനങ്ങളുടെ കാര്യമാണേ പറഞ്ഞത്. അരി, ഉഴുന്ന്, പയർവർഗ്ഗങ്ങൾ, പൊടി ഐറ്റംസ്, എണ്ണകൾ ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ വെച്ചിരിക്കുന്ന മിക്ക സാധനങ്ങളും നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നാട്ടിലെ ഏതോ കടയിൽ കയറിയ ഒരു പ്രതീതിയുണ്ട്. കണ്ടില്ലേ, നിരത്തി വെച്ചിരിക്കുന്നത് കുപ്പികളിൽ പല ടൈപ്പിലെ അച്ചാറുകളാണ്. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ പല ഇനം. ഇത് കണ്ടോ, പല ടൈപ്പിലെ ഉണക്കമീനുകളാണ്. ഇത് ചമ്മന്തിപ്പൊടി. പിന്നെ ഇത് ഒന്ന് ചൂടാക്കിയാൽ കഴിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തേതൊക്കെ. അതൊക്കെ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇരിക്കുന്നത് കൊണ്ട് അതൊന്നും എടുക്കുന്നില്ല. പിന്നെ പപ്പടം, അരിപ്പൊടി, റവ, പൊട്ടുപൊടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ ഫ്രോസൺ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അവിടെ ഫ്രോസൺ പൊറോട്ട, ചപ്പാത്തി, ഗ്രേറ്റഡ് കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട് സ്ലൈസ് ചെയ്തത്, അവിയൽ കിറ്റ്, പിന്നെ ഫ്രോസൺ സ്നാക്ക് ഐറ്റംസ്, ഫ്രോസൺ ഫിഷ്, അങ്ങനത്തേതൊക്കെ. പിന്നെ ഫിഷ്, ചിക്കനൊക്കെ വിൽക്കുന്ന വേറെ സ്ഥലവും ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ കിച്ചൺ ആവശ്യങ്ങൾക്കായി കുറച്ച് പാത്രങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുക്കറും ഇഡലിക്കുട്ടവും ഒക്കെ കാണാറുണ്ട്. പിന്നെ അരി ഐറ്റംസ്, ഗോതമ്പ് പൊടി ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്രാൻഡ്സ് തന്നെയാണ്. പിന്നെ ഉള്ളത് പച്ചക്കറികളുടെ ഏരിയയാണ്. അവിടെ നമ്മുടെ നാടൻ പച്ചക്കറികൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കടയ്ക്കകത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട്. അവിടെ നല്ല ബിരിയാണിയും പൊറോട്ടയും ബീഫ് കറിയും ചൂട് മൊരിഞ്ഞ ഉഴുന്നുവടയും ഏത്തക്കാപ്പൂ, സമോസയും പിന്നെ സ്വീറ്റ് ഐറ്റംസും ഒക്കെ ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം ഒരു പാഴ്സലും വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ലും ചെയ്തു. അങ്ങനെ ഒരു നീണ്ട ബില്ലും വാങ്ങിച്ച് ബില്ല് പേ ചെയ്യാൻ കാരണമായ കുറേ സാധനങ്ങളുമായി തിരിച്ചുപോയി.